ഹായ് മക്കളുമാരെ, ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? എൻ്റെ ടെറസിൽ ഇഞ്ചി നടാൻ പോവുകയാണ്. ഇഞ്ചിക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ള ബാഗുകളാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ ഇഞ്ചി നടാൻ വേണ്ടി, ഇഞ്ചിയും മഞ്ഞൾ നടാൻ വേണ്ടി. ഇത് ഇഞ്ചി നടാനുള്ളതാണ്. കണ്ടോ, ഇതെല്ലാം അതിന് വേണ്ടി ഇഞ്ചി നടാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം. ഇഞ്ചി നടാൻ വേണ്ടി ഞാൻ ഇത് കണ്ടോ, ചാണകപ്പൊടി ഉണക്കിയതാണിത്. ചാണകത്തിൻ്റെ പൊടി ഉണക്കിയതാണ്. ഇത് ഞാൻ ഓരോ പിടിച്ചതാണ് ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ഇട്ടതാണ്. പിന്നെ നമുക്ക് ഓർത്തത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഓരോ പിടി ഇങ്ങനെ വാരിയിടുന്നു. ഇങ്ങനെ വാരിയിട്ടതിന് ശേഷം ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി ഇനി ഇതാണ് എൻ്റെ ഇഞ്ചി. ഇഞ്ചി നടുന്ന സമയമാണ് ഇപ്പോഴും. ഇഞ്ചി മഞ്ഞളുമൊക്കെ നടുന്ന സമയം എപ്പോഴും. കണ്ടോ, ഇഞ്ചി കിളിച്ചെടുക്കുന്നുണ്ടോ. ഇതൊരു മൂടിന് നടാം. ഇതിനെ ഒടിച്ചാണ് നടുന്നത്, ഇങ്ങനെയല്ല നടുന്നത്. ഇതിനെ ഒടിക്കും, ഇങ്ങനെ ഒടിച്ച്. കണ്ടോ കണ്ടോ, ഇപ്പം 4 മൂടായില്ലേ. കണ്ടോ, ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു 2 മൂട് ഇട്ടാൽ മതി. ഇതങ്ങ് പടന്ന് വന്നു ഇതിനകത്ത് നിറച്ച് വരും. ഇതിനും ഇങ്ങനെ ഇട്ട് ഈ കിളിച്ച് വരുന്നുണ്ട്. ഈ മണ്ടയില്ലേ, അതാണ് ഈ കിളിച്ച് വരുന്ന പോർഷൻ നോക്കിയാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ എടുക്കണം. കണ്ടോ കണ്ടോ, ഇതും കിളിച്ച് വരുന്നതാണ്. കണ്ടോ ഇത്. ഈ കിളിർപ്പ് വരുന്ന പോർഷൻ മുകളിലോട്ട് വരത്തക്ക രീതിയിൽ വേണം നമുക്ക് നടാനായിട്ട്. നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് നട്ടല്ലേ. ഇഞ്ചി മഞ്ഞളൊക്കെ നടുമ്പോഴേ ഒരുപാട് താഴ്ത്തി നടുന്നത്. കാരണം ഇത് ഒരുപാട് അടിയിലോട്ട് പോകുന്നൊരു സാധനമല്ല. മണ്ണിൻ്റെ മുകളിലാണത് കിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് മണ്ണിലോട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ഫോഴ്സ് അത് കിളിച്ച് വേണ്ടേ. പിന്നെ നമുക്ക് കിളച്ചെടുക്കാനൊക്കെ പാടാണ്. ഇനി ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി കരിയില വാരിയിടാം. കരിയില ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. കണ്ടോ കണ്ടോ, ഞാൻ ചാക്ക് വാരി ഇത് ഞാൻ ടെറസിൽ ഇങ്ങനെ അടിച്ചു വാരുമ്പോഴൊക്കെ ഞാൻ ഈ ടെറസിൽ ഇങ്ങനെ വാരി അതിന് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ നടുന്നത്. ഇനി ഇതെല്ലാം നട്ടതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇഞ്ചി നടാൻ പാകമെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ. ഇഞ്ചികൾ കിളിക്കാൻ തുടങ്ങിയത് കണ്ടോ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്, ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലാണ് ഇഞ്ചി നടുന്നത്. കണ്ടോ, നന്നായിട്ട് കണ്ടോ, എല്ലാത്തിനും മുള വന്നിരിക്കുന്നുണ്ടോ. കണ്ടോ, അപ്പോൾ ഈ ഓരോ മുള വരുന്ന ഇതിൻ്റെ നോക്കി നമ്മൾ അടക്കും. കാണിച്ചു തരുന്നുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് എടുക്കേണ്ടത്.
ഇതിപ്പോൾ ഇങ്ങനെ മുള വന്നിരിക്കുകയാണ് കണ്ട. ഇതിനെ നമുക്ക് ദാ ഇവിടെ വെച്ച് ഇങ്ങനെ അടക്കണം. അപ്പോൾ നോക്കിയേ, ദാ ഇതൊരു മൂടായി, ഇത് വേറൊരു മൂടായി. ഇങ്ങനെയാണ് നമ്മൾ നടുന്നത്. ഓക്കെ, കണ്ടോ? അതാണ് കണ്ടോ. ഞാനേ ഇതിനകത്ത് ഞാൻ രാവിലെ ആക്കിയപ്പോഴും കൈ കൊണ്ടാക്കിയത്. ഇത് കണ്ട, ഇതിനകത്ത് വളം ഇട്ടതിന് ശേഷം ഞാൻ കണ്ട ഈ മണ്ണിനെ ഒന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇത് വാരി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ മണ്ണ് ചിലപ്പം ഉറച്ചു കാണും. അപ്പം വളം ഇട്ടപ്പോഴത്തെ എന്നാന്ന് വെച്ചാൽ കണ്ട, ഇതുപോലത്തെ ഒരു സാധനം എടുത്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കും. വളവും ഇതുമായിട്ട് ഇളക്കും. ഇങ്ങനെ ഇളക്കുമ്പോഴത്തേന് മണ്ണിളവിയിട്ട് ഇതിനകത്തോട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നടട്ടെ, കാണിക്കും. വൃത്തിക്കോ. ഇഞ്ചി നട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്തെല്ലാം കരിയിലെല്ലാം നിറച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാമെന്ന്. കണ്ട, ഇതെൻ്റെ ഇഞ്ചി നട്ടതാണ്. കണ്ട, എൻ്റെ ടെറസിൽ ഞാൻ ഇഞ്ചി നട്ടിരിക്കുന്നതാണ്. എൻ്റെ ഗ്രോ ബാഗുകളിലാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ഗ്രോ ബാഗാണ്. കുറച്ചൊക്കെ കീറിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ 2 കവറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ട, ഇതെല്ലാം എൻ്റെ ഇഞ്ചിയാണ്. കുറച്ച് ചാക്കിലും ഉണ്ട്. അതിന് ഞാൻ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. കണ്ട, അപ്പം നല്ല ഭംഗിയില്ലേ? ടെറസെല്ലാം നല്ല വൃത്തിയായി. അപ്പം നമുക്ക് ടെറസിലോട്ട് കയറുമ്പോൾ ഇതൊക്കെ കിളിച്ച് നിൽക്കുമ്പോൾ കാണുന്നത് തന്നെ എന്തോ ഒരു മനസ്സിന് ഒരു സംതൃപ്തിയാണ്. നമ്മൾ അധ്വാനിച്ച് ഇങ്ങനെ ഇതൊക്കെ കിളിച്ച് നിൽക്കുന്നത് കയറുമ്പോൾ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരും പറയും, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, എന്ത് മനസ്സിന് എന്ത് സന്തോഷമാണ് അതിൻ്റെ അരിക്കലോട്ടൊക്കെ ചെല്ലും. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാനിതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ പെൻഷനായതിനു ശേഷം, പെൻഷനാവുന്നതിന് മുമ്പിട്ട് ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പെൻഷനായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആവുന്നത്. അപ്പം ഇതാണ് എൻ്റെ ടെറസിലെ ഇഞ്ചി കൃഷി. ഇനി ഇത് കിളിച്ച് വിളവൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.